CJ റോയ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യൻ ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തിനറിയാം ആത്മഹത്യ ഒരു പാപമാണെന്ന്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ അവിടെ പ്രൊസീജിയറിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഒരിക്കലും തോക്ക് ലഭിക്കില്ല. 3 മണിക്കൂറോളം അദ്ദേഹത്തെ, അല്ലെങ്കിൽ 3 ദിവസത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ തിങ്സ് ഒന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവില്ല. ഇദ്ദേഹത്തെ അലൗ ചെയ്യില്ല. ഇവർ നേരിട്ട് പോയ സാധനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കില്ല. കാരണം ആൾ മാനസികമായിട്ടുള്ള ഉന്മാദത്തിലായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് അവിടെ പ്രതീക്ഷിക്കും. അപ്പോൾ സൈലൻസർ ഉപയോഗിച്ച തോക്കുകളാണ് എന്നൊക്കെ ന്യൂസുകൾ പുറത്തു വരുന്നു. വ്യക്തമായ കൊലപാതകമാണ് ഇതിലേക്ക് നയിക്കുന്നത്. വളരെ പ്രീ പ്ലാൻഡ് മർഡറായിട്ട് വേണം ഇതിനെ കണ്ടെത്താൻ എന്ന് വേണം കരുതാൻ. കാരണം കർണാടകയിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളപ്പോൾ എന്തിന് കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പോകണം? അതൊരു കൊട്ടേഷൻ ആയിക്കൂടെ? ഉദ്യോഗസ്ഥർ തന്നെയാണോ ഇനി ചെന്നത് എന്ന് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു. ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ശക്തമായിട്ട് കാര്യങ്ങളിലേക്ക് ബോധ്യം വരണമെങ്കിൽ ശക്തമായൊരു അന്വേഷണം നടത്തണം. പക്ഷപാതമില്ലാത്ത തരത്തിലുള്ള കർണാടക ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള അന്വേഷണത്തിൽ മാത്രമേ ഇതിൻ്റെ വ്യക്തത പുറത്തു വരികയുള്ളൂ. യാതൊരു സംശയം വേണ്ട, അദ്ദേഹത്തെ പോലൊരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു പേടിത്തൊണ്ടനല്ല, പണത്തോട് ആർത്തിയില്ല അദ്ദേഹത്തിന്. പണം വന്നു ചാടുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രതിഫലമായിട്ട് വന്നു ചാടുന്നു എന്നുള്ളതല്ലാതെ ആ പണത്തോടുള്ള ആർത്തി അദ്ദേഹത്തിനില്ല. അത് നഷ്ടപ്പെട്ടു പോയാലും വിഷയമില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെയ്തത് പഴയ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ മാരുതി റീകളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പണത്തിൽ ഇനി മഞ്ഞളിക്കുന്ന ആളല്ല. പണം അദ്ദേഹത്തിന് ആവശ്യമില്ല. അത് നാം മനസ്സിലാക്കണം. ഇത് വളരെ കൃത്യമായ പ്രീ പ്ലാൻഡ് മർഡറാണ്. ഇതിൻ്റെ അന്വേഷണം വേണം. ഇത് ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഇവിടുത്തെ വ്യവസായികളെ അവസാനിപ്പിക്കുന്ന രീതി വളരെ ദുഃഖകരമാണ്. വ്യവസായികൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കേരളവും ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. ജയ് ഹിന്ദ്.